സംസ്ഥാനത്ത് ഇന്ന് ചൂട് കൂടാനാണ് സാധ്യത എന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉണ്ട്. 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട്ടെ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് സൂചന. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്നും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കനത്ത ചൂടിലേക്ക് കേരളം നീങ്ങുന്നു എന്ന മുന്നറിയിപ്പാണ്. ഇപ്പോൾ തന്നെ നിലവിലെ സാഹചര്യത്തിൽ തന്നെ സഹിക്കാവുന്നതിലും അപ്പുറത്തേക്ക് കേരളത്തിൽ ചൂട് കടന്നിട്ടുണ്ട്. ഒരു പക്ഷേ കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിലൊന്നും ഇത്ര അധികം ചൂട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇനി മെയ് മാസങ്ങളിൽ കൂടുതൽ ചൂട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ പാലക്കാട്ട് ഇന്ന് താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും എന്ന സൂചനകൾ വരുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം അന്ന് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ തിരമാല ഉയർന്നതിനെ തുടർന്ന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതാണ്. കേരള തീരത്ത് ഇന്നും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുള്ളത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും ഉണ്ട് വിവരങ്ങളുമായി. അലക്സ്, ചൂട് ഇനി എത്ര കൂടും, എത്ര നാൾ എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? ഗോപി, സംസ്ഥാനത്ത് താപനില അത് ഉയർന്നു തന്നെ തുടരും അടുത്ത ദിവസങ്ങളിലും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വ്യാഴാഴ്ച വരെയുള്ള മുന്നറിയിപ്പ് ഇതിനോടകം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏതാണ്ട് 12ഓളം ജില്ലകളിൽ ഇത്തരത്തിൽ ഉയർന്ന താപനില തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാലക്കാട്, കൊല്ലം ജില്ലകളിലാണ് ചുട്ടുപൊള്ളുകയാണ് ഈ 2 ജില്ലകളും. ഈ 2 ജില്ലയിലും ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് കടക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. തൃശ്ശൂരിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില എത്തിയേക്കാം. കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില കൂടും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ജില്ലകളിൽ ചൂടിന് വർധനവുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ രേഖപ്പെടുത്തുന്ന ചൂടിനേക്കാൾ വളരെ കൂടുതലായിരിക്കും, അതായത് 2 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയെങ്കിലും കൂടുതലായിരിക്കും അനുഭവവേദ്യമാകുന്ന ചൂട്. അതായത് ഹീറ്റ് ഇൻഡെക്സ് 45-നെങ്കിലും മുകളിലേക്ക് പോകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളിലൊന്നായി കാലാവസ്ഥാ വിദഗ്ധർ തന്നെ പറയുന്നത്. അതിനാൽ കർശനമായ ജാഗ്രത ഈ ഘട്ടത്തിൽ തുടരേണ്ടതുണ്ട്, അല്ലെങ്കിൽ പാലിക്കേണ്ടതുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ഈ ഉയർന്ന താപനിലയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് കൃത്യമായി തന്നെ പാലിക്കണം. ചെറിയ വേനൽ മഴയ്ക്കുള്ള സാധ്യതയും സംസ്ഥാനത്ത് പ്രവചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും അതുപോലെ വടക്കൻ കേരളത്തിലും ചില മേഖലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടിമിന്നൽ ജാഗ്രതാ മുന്നറിയിപ്പുകളും പൊതുജനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള തീരത്ത് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും ദേശീയ സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്നുണ്ട്. 0.5 മുതൽ 1 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ഉള്ളതായാണ് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടലിൽ വിനോദസഞ്ചാരത്തിന് പോലും ബീച്ചിലേക്ക് ഇറങ്ങരുതെന്ന മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധന യാനങ്ങളും അതുപോലെ മത്സ്യബന്ധന ഉപകരണങ്ങളും ഒക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം എന്നും. സംസ്ഥാനത്ത് വരും ദിവസങ്ങൾ കനത്ത ചൂടിൻ്റെതാകും എന്ന മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നുമുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.